സൂപ്പറാണ്, ത്രില്ലറാണ്, ഒരു ഗംഭീരമായ പടമാണ്. ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. പരീക്ഷ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ആകുമ്പോൾ വെറൈറ്റി ആണ്, വെറൈറ്റി തന്നെയാണ് പടം പോയിരിക്കുന്നത്. അടിപൊളി കിടില, ബോറടിപ്പിക്കാത്ത നല്ലൊരു സിനിമ. ഒരു പോലീസ് അന്വേഷണമായിട്ടുള്ളതായിരുന്നു മാസ് ഫീൽ ചെയ്തത്. നല്ല പടം, നല്ല പടം. മമ്മൂട്ടി സൂപ്പർ ആയിരിക്കും, മമ്മൂട്ടി സൂപ്പർ, അടിപൊളി, സൂപ്പർ. ഇത് വലിയ പരിചയമില്ലാത്ത ഒരു സസ്പെൻസ് രീതിയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. ഗംഭീര സസ്പെൻസ് ആ പടം. മമ്മൂക്കയുടെ വേറെ ലെവൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ സ്ക്രീൻ പ്രസൻസൊന്നും ഒരു രക്ഷയില്ല, ഒരു വെറൈറ്റി സാധനമാണ്. നമുക്ക് എപ്പോഴും വെറൈറ്റി തേടി നടക്കുന്ന ഒരാളാണ്. അപ്പം നല്ല പടം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗൗതം വാസുദേവന്റെ ആ ഒരു ടച്ച് നന്നായി വന്നിട്ടുണ്ട്. ഒരിക്കലും മലയാളി ചിന്തിക്കാത്ത, ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് തന്നെയാണ്. ഓരോ സിനിമയിലും മമ്മൂട്ടി, ഒരു പുതിയ മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ സിനിമ. പടം സൂപ്പറാണ്, ത്രില്ലറാണ്, ഒരു ഗംഭീരമായ പടമാണ്. ത്രില്ലർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മളൊരു സീറ്റഡ് ത്രില്ലറായിട്ട് അവസാനം വരെ നമ്മൾ എന്താണ് സസ്പെൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അടിപൊളിയാണ്, സൂപ്പറാണ്. ഒരു സർപ്രൈസ് ഫാക്ടറാണ്, അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലറാണ്. പടം നല്ല പടമാണ്, ഒരു പരീക്ഷണ ചിത്രമാണിത്. നമ്മളൊരു സാധാരണ പടം കാണുന്ന പോലത്തെ ഒരു സംഭവമല്ല. അവസാനം വരെ കാണണം, എങ്കിൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അതാണ് പടത്തിന്റെ ഗുണങ്ങളും ഉണ്ട്, എല്ലാം ഗുണങ്ങളാണ്. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ആകുമ്പോൾ വെറൈറ്റി ആണ്, വെറൈറ്റി തന്നെയാണ് പടം പോയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഒക്കെ. പിന്നെ നല്ല സിനിമ, നന്നായിട്ടുണ്ട്. നല്ല ഒരു ക്ലാസ് കോമഡി ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലാസ് ആയിട്ട് കോമഡി മൂന്ന്, നല്ല ഒരു ബോറടിപ്പിക്കാത്ത നല്ലൊരു സിനിമ. നല്ല കോമ്പിനേഷൻ. പണ്ട് നമുക്ക് അത് ഓർമ്മ CBI ഡയറി ഗ്രൂപ്പിൽ സുരേഷ് ഗോപി ബാക്ക് ചെയ്ത് നടന്ന പോലെ മകൻ നടക്കുമ്പോൾ രസമുണ്ട്. പോലെ ഒരു ഇതിലാണ് പോകുന്നത്, ഒരു സ്ലോ പേസ് മൂവി പോലെയാണ് പോകുന്നത്. ഗൗതം മേനോൻ മൂവി ആയിട്ട് ആ രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഇഷ്ടപ്പെടും. ഒരുപാട് വലിയ മാസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ എൻ്റെ ഇതിൽ ഡിറ്റക്റ്റീവ് മൂവിയാണ്, ഡിറ്റക്റ്റീവ് അന്വേഷിക്കാനായിട്ടാണ്. അതൊരു പോലീസ് മൂവി ആയിരുന്നെങ്കിൽ, ഒരു പോലീസ് അന്വേഷണമായിട്ടുള്ളതായിരുന്നു മാസ് ഫീൽ ചെയ്തത്. നല്ല പടം, നല്ല പടം. മമ്മൂട്ടി സൂപ്പർ ആയിരിക്കും, മമ്മൂട്ടി സൂപ്പർ, അടിപൊളി, സൂപ്പർ. മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായ വിജയങ്ങൾ തന്നെയാണ്. നമ്മൾ ഇതുവരെ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു സസ്പെൻസ് രീതിയാണ് പടത്തിൽ വന്നിട്ടുള്ളത്. ഗംഭീര സസ്പെൻസ് ആ പടം. നമ്മൾ ഗൗതം മേനോന്റെ ആ ഒരു ലെവൽ മേക്കിങ്ങോ ഒരു മാജിക്കോ അങ്ങനെ ഒന്ന് പ്രതീക്ഷ വന്ന നിരാശയായിരിക്കും കിട്ടാൻ പോകുന്ന. മമ്മൂക്കയുടെ വേറെ ലെവൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ സ്ക്രീൻ പ്രസൻസൊന്നും ഒരു രക്ഷയില്ല. നമ്മൾ കണ്ടു പറഞ്ഞ സ്ഥിരം തമിഴ് പടങ്ങളിലെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ലെവലിലേക്ക് സെക്കൻഡ് ഹാഫ് കൊണ്ടുവരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായ പടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. എടുത്തു പറയാൻ പറ്റിയ പടം മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ക മേക്കിംഗാണ്. ലിസ്റ്റൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, ഭയങ്കരമായ ലെവലിലൊന്നുമില്ല. ഒരു രക്ഷയില്ല, ഒരു വെറൈറ്റി സാധനമാണ്. നമുക്ക് എപ്പോഴും വെറൈറ്റി തേടി നടക്കുന്ന ഒരാളാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഈ പ്രേക്ഷകർക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ലൊരു മൂവി, നല്ലൊരു മേക്കിംഗ്. ഗൗതം വാസുദേവന്റെ ഒരു നല്ലൊരു മൂവിയാണ്. എല്ലാവരും മസ്റ്റ് കാണണം. ഒരു വെറൈറ്റി സാധനമാണ്. എല്ലാവരും എപ്പോഴും നമുക്കൊരു വെറൈറ്റി തേടി പോകുന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്, എല്ലാവരും നല്ല പടം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗൗതം വാസുദേവന്റെ ആ ഒരു ടച്ച് നന്നായി വന്നിട്ടുണ്ട്. മൂവി സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആയിരുന്നു. സാധാരണ ഒരു എന്താ പറയാ, ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി പോലെ ആയിരുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യാം. വളരെ മനോഹരമായ സിനിമ. മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു സിനിമ അങ്ങനെ ചിന്തിക്കാതെ ചെയ്യില്ല. മലയാളികൾക്ക് ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്ത ഒരു കമ്പനിയാണ് മമ്മൂക്ക. അതുപോലെ തന്നെ ഹീറോയിൻ, ചെറിയ റോളാണെങ്കിലും സിദ്ദീഖ, ഗോകുൽ സുരേഷ്, ഇവരൊക്കെ വളരെ മനോഹരമായി തന്നെ. പിന്നെ നമ്മുടെ മലയാളികൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, ഗൗതം മേനോനും അതുപോലെ തന്നെ മമ്മൂക്കയും തമ്മിൽ ഒന്നിക്കുമ്പോൾ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും മലയാളി ചിന്തിക്കാത്ത, ഒരു പ്രേക്ഷകൻ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് തന്നെയാണ്. 2025 മമ്മൂക്കയുടെ ഈ ആദ്യ സിനിമ മലയാളികൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മെഗാ ഹിറ്റ് തന്നെ. ഫസ്റ്റ് ഹാഫ് വളരെ രസകരമായ രീതിയിലുള്ള ഒരു ഹ്യൂമറിലൂടെയാണ് സിനിമ പോകുന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് വേറൊരു രീതിയിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. എന്നാൽ തന്നെ ഒരു മെഗാ ഹിറ്റ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ്. ഓരോ സിനിമയിലും മമ്മൂട്ടി, ഒരു പുതിയ മമ്മൂട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ സിനിമയിൽ. ഇത്രയും നാളും കാണാത്ത മമ്മൂട്ടിയെ ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തോ. നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ കാണാം. ഇപ്പോഴത്തെ ജനറേഷനോട് പറയാനുള്ളത്, പിന്നെ പക തോന്നിയിട്ട് കാര്യമില്ല, പകരം വെക്കാൻ ആളില്ല. പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും പറയാനുള്ളത്, പക തോന്നിയിട്ട് നിങ്ങൾക്ക് കാര്യമേ ഇല്ല. ഇത് മമ്മൂട്ടിയാണ്, മമ്മൂട്ടി മാത്രമാണ്. ഇനി ഈ മമ്മൂട്ടിക്ക് പകരം ഒരു മമ്മൂട്ടിയെ ഇല്ല ലോക സിനിമയിൽ. ഓക്കെ, പടം ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു പടമാണ്. പിന്നെ ഗൗതം മേനോന്റെ ആദ്യത്തെ ഒരു മൂവി മലയാളത്തിലായതുകൊണ്ട്
ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ്. എനിക്ക് ജസ്റ്റ് ഓക്കെയാണ്, കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ മമ്മൂക്ക തകർത്തു. പിന്നെ ഗോകുലിന് ഈ ഒരു ക്യാരക്ടർ ആപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ആ ലെവൽ എത്തിയില്ല. പുള്ളിക്കാരൻ വേറൊരാളെ ചൂസ് ചെയ്യായിരുന്നു. പുള്ളിക്കാരൻ മോശമൊന്നുമല്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിന് പുള്ളിക്കാരന് പുള്ളി ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ക്ലൈമാക്സ് അടുപ്പിച്ചിരുന്ന ഒരു സീക്വൽ വന്നിട്ട് എനിക്കൊരു തമിഴ് പടം കണ്ടതാണ്. ആ പടത്തിന്റെ ഒക്കെ ഒരു കോപ്പിയാണ് ഇതിലോട്ടങ്ങ് ആഡ് ചെയ്ത പോലെ ഇരിക്കുന്നു. ആ ഒരു മമ്മൂക്ക കമ്പനീന്റെ ഒരു ക്വാളിറ്റി ചെറുതായിട്ട് ഇതിനകത്ത് കുറവ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ടെർബോ തൊട്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല സെലക്ഷനിൽ. അതിനു മുമ്പ് ഒരു ഓക്കെ ആയിരുന്നു. ഇതും അത് വെച്ചൊരു പെട്ടെന്ന് എന്തോ പടം തന്നെ പെട്ടെന്ന് തീർത്തതാണ്. ഉടനെ തുടങ്ങി പെട്ടെന്ന് തീർന്നൊരു പടമാണ്. ഡിഫക്ട്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും നമുക്ക് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവം ഒന്നും എടുത്ത് പറയുന്നില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല. സംഭവം എനിക്കത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയില്ല. പിന്നെ നമുക്ക് കണ്ടിരിക്കാം, അത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ എന്ത് പറയാനാണ്? ഇനി അത് പറയാൻ കണ്ടുപിടിക്കാൻ ഒരുപാട് കുറ്റങ്ങളുണ്ട്. പറയാൻ എനിക്ക് അതിൽ താല്പര്യമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല.